ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പം ഞാനിന്ന് എടുക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ഓഫ് ഡാറ്റ യൂസിങ് പൈത്തൺ ആണ്. അപ്പം നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസേർട്ട് ഇൻ ടു എ ടേബിൾ, അതായത് ഒരു ടേബിളിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ടു ഫിൽ എ ടേബിൾ ഇൻ മൈ SQL യൂസ് ഇൻസേർട്ട് ഇൻ ടു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു ടേബിളിലേക്ക് ഒരു സാധനം എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻസേർട്ട് ഇൻ ടു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ടേബിളിലേക്ക് MySQL ടേബിളിൽ ഫില്ലിങ് നടത്തുക, അതായത് ഡാറ്റ എൻ്റർ ചെയ്യുക. അപ്പം അതിൻ്റെ എക്സാമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇൻസേർട്ട് എ റെക്കോർഡ് ഇൻ ദ കസ്റ്റമർ ടേബിൾ. അതായത് കസ്റ്റമർ എന്ന് പറയുന്ന ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു ടേബിളിലേക്ക് നമ്മൾ എന്ത് ഇൻസേർട്ട് ചെയ്യാണ്, റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്യാണ്. അപ്പം അതിന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് MySQL.connector, അത് നമ്മൾ MySQL.connector എന്ന് പറയുന്ന ഫയൽ ഇമ്പോർട്ട് ചെയ്ത് അതിന് ശേഷം MyDB ഈസ് ഈക്വൽ ടു MySQL.connector.connect ഓഫ് host is equal to localhost, user is equal to your username, password is equal to your password, database is equal to my database. അതായത് നമ്മൾ ആദ്യം കണക്ഷൻ, അതായത് ഡാറ്റാബേസ് സെർവറിലേക്കുള്ള കണക്ഷനാണ് ഫസ്റ്റ് തന്നെ കൊടുത്തത്, ഡാറ്റാബേസിൻ്റെ കണക്ഷനാണ്. അതിന് ശേഷം മൈ കഴ്സർ ഈസ് ഈക്വൽ ടു MyDB.cursor ഓഫ്, അതായത് കഴ്സർ യൂസ് ചെയ്തിട്ട് ഡാറ്റാബേസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ആക്സസ് ചെയ്യാണ്. SQL ഈസ് ഈക്വൽ ടു ഇൻസേർട്ട് ഇൻ ടു കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന പിന്നെ ടേബിളിലേക്കാണ് നമ്മൾ ഇൻസേർഷൻ നടത്തുന്നത്. അതിൽ ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ആണെന്നുള്ളത് പറഞ്ഞാൽ നെയിമും അഡ്രസ്സ് എന്ന് പറയുന്ന രണ്ട് ആട്രിബ്യൂട്ട്സിലേക്കാണ് നമുക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പം ഇൻസേർട്ട് ഇൻ ടു കസ്റ്റമേഴ്സ് ബ്രാക്കറ്റിൽ നെയിം അഡ്രസ്, അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ വാല്യൂസ്, ഏതൊക്കെ വാല്യൂസ് ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് അതിനിപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് %s ആൻഡ് %s, അതായത് രണ്ടിൻ്റെയും കറസ്പോണ്ടിങ് സ്ട്രിങ്സ് ആണ് വരുന്നത്. അപ്പോൾ സ്ട്രിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്പേസ്, ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഈസ് ഈക്വൽ ടു വാല്യൂസ്, കഴിഞ്ഞ ശേഷം അതിൻ്റെ വാല്യൂ ആണ് കറക്റ്റ് VAL ഈസ് ഈക്വൽ ടു ജോൺ ഹൈവേ 21. ഹൈവേ 21 എന്ന് പറയുന്നതാണ് അഡ്രസ്സിൽ, ജോൺ എന്ന് പറയുന്ന നെയിമാണ്. MyCursor.execute ഓഫ് SQL where, അങ്ങനെ നമ്മൾ കഴ്സർ എന്ത് ചെയ്യാണ്, എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ദെൻ MyDB.commit ഓഫ് കമ്മിറ്റ് ചെയ്യാതെ എന്ത് ചെയ്യില്ല, ഇവിടെ എന്ത് ചെയ്യും, ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞൊരു നോട്ടീസ് ഉണ്ടല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് MyDB.commit ഓഫ് ഇറ്റ് റിക്വയർഡ് ടു മേക്ക് ദ ചേഞ്ചസ് അതർവൈസ് നോ ചേഞ്ചസ് വിൽ മേഡ്. അതായത് MyDB നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതെന്താവില്ല, ഒരു ചേഞ്ചസും കറണ്ട് ഡാറ്റയ്ക്ക് വരില്ല. അതായത് ഇപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ഓൾറെഡി ആ ടേബിൾ എങ്ങനെയാണോ ആ ടേബിൾ അങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മളേക്ക് ഇൻസേർട്ട് ചെയ്ത വാല്യൂസ് അതിൽ വരില്ല, അതിൽ വരില്ല. കമ്മിറ്റ് ചെയ്താൽ മാത്രമേ എന്ത് വരുള്ളൂ, ഇൻസേർട്ട് ചെയ്താൽ നമ്മൾ എഡിറ്റ് ചെയ്ത ഭാഗം വരുള്ളൂ. ദെൻ പ്രിൻറ്റ് MyCursor.rowCount record ഇൻസേർട്ടഡ് റെക്കോർഡ് ഇൻസേർട്ട് നമ്മൾ എന്ത് ചെയ്യണം, റോ കൗണ്ട് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യണം. ഇതാണ് ഒരു എക്സാമ്പിളാണത്. അത് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പേഴ്സണലായിട്ട് ഒരു പ്രോഗ്രാമൊക്കെ ചെയ്ത് റൺ ചെയ്ത് നോക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ സാധനം എന്നുള്ളത്. പിന്നുള്ളത് ഇൻസേർട്ട് മൾട്ടിപ്പിൾ റോസ് ആണ്. ഇപ്പോൾ നമ്മളൊരു സിംഗിൾ റോ ഇൻസേർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇനി മൾട്ടിപ്പിൾ റോസ് ആകുമ്പോൾ നമ്മൾ ഇതേപോലൊക്കെ തന്നെയാണ്. ദി സെക്കൻഡ് പാരാമീറ്റർ ഓഫ് ദി എക്സിക്യൂട്ട് മെനി, അതായത് എക്സിക്യൂട്ട് മെനി എന്ന് പറയുന്ന ഒരു സെക്കൻഡ് പാരാമീറ്റർ നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. മെത്തേഡ് ഈസ് എ ലിസ്റ്റ് ഓഫ് ട്യൂപ്പിൾസ് കണ്ടെയ്നിങ് ദി ഡാറ്റ യു വാണ്ട് ടു ഇൻസേർട്ട്. അതായത് ഒരുപാട് ട്യൂപ്പിൾസ് ഉണ്ടാവും, നമുക്ക് ഏതൊക്കെ ഡാറ്റാസ് ആണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അതിനൊക്കെ ഒരുപാട് ട്യൂപ്പിൾസിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽ ദ കസ്റ്റമേഴ്സ് ടേബിൾ വിത്ത് ഡാറ്റ. നേരത്തെ നമ്മൾ ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത് കാണിച്ചിരുന്നു, കസ്റ്റമർ ടേബിളിലേക്ക് എങ്ങനെയാണ് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഡാറ്റാസിനെ ഇൻസേർട്ട് ചെയ്യിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി കണക്ഷൻ, അതായത് ഡാറ്റാബേസിലേക്കുള്ള കണക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ MyCursor ഇതിൽ ആദ്യം കാണിച്ചത് മൊത്തം കണക്ഷനാണ്. അതിനുശേഷം MyCursor ഈക്വൽ ടു MyDB.cursor ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആക്കി. അതിന് ശേഷം SQL ഈസ് ഈക്വൽ ടു ഇൻസേർട്ട് ഇൻ ടു കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിലേക്ക് നെയിമും അഡ്രസ്സും മാത്രമേ ഉള്ളൂ അതിൽ. ആൻഡ് അതിൻ്റെ വാല്യൂസിലേക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഞ്ച് ഓഫ് വാല്യൂസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ പീറ്റർ എന്ന് പറയുന്ന ഒരാളെ നെയിമും അയാളെ അഡ്രസ്സായിട്ടുള്ള ലോ സ്ട്രീറ്റ് 4ഉം നെക്സ്റ്റ് എയ്മി, ഹന്ന, മൈക്കിൾ, സാൻഡി, പെറ്റി, റിച്ചാർഡ്, സ്യൂസൻ, വിക്കി, ബെൻ, വില്യം, ചക്ക്, വിയോല, അങ്ങനെ ഒരുപാട് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്ത് ആ ടേബിളിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ഇഷ്ടം പോലെ വാല്യൂസ് എന്ത് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്ത്.
പക്ഷേ ഈ വാല്യൂസ് നമ്മൾ നേരത്തെ എന്താ കമ്മിറ്റ് അടിച്ചാൽ മാത്രം ചേഞ്ചസ് വരുമെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ കമ്മിറ്റ് അടിക്കും, പക്ഷേ എന്താണ് ഇത് ഒരുപാട് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് മെനി വെച്ചിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ എക്സിക്യൂട്ട് വെച്ചിട്ട് എന്ത് ചെയ്തത്, ആ വാല്യൂസൊക്കെ എക്സിക്യൂട്ട് ചെയ്തത് ഒരൊറ്റ റെക്കോർഡേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, എക്സിക്യൂട്ട് എന്ന് പറയുന്നൊരു കീവേഡ് അല്ലെങ്കിൽ ഒരു എന്താ ഉപയോഗിച്ച് പാരാമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിന് എക്സിക്യൂട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഒരുപാട് വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സിക്യൂട്ട് മെനി വാല്യൂ എക്സിക്യൂട്ട് മെനി എന്ന് പറയുന്ന പാരാമീറ്റർ യൂസ് ചെയ്തിട്ടാണ് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കമ്മിറ്റ് ചെയ്യുക, ചേഞ്ചസ് വരുത്തുക ആൻഡ് പ്രിൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗെറ്റ് ഇൻസേർട്ടഡ് ഐ ഡി. ഇൻസേർട്ട് ചെയ്ത ഐ ഡി കിട്ടാൻ വേണ്ടിയിട്ട് യു ക്യാൻ ഗെറ്റ് ദ ഐ ഡി ഓഫ് ദ റോ യു ജസ്റ്റ് ഇൻസേർട്ടഡ് ബൈ ആസ്കിങ് ദ കേഴ്സർ ഒബ്ജക്റ്റ്. കേഴ്സർ ഒബ്ജക്റ്റിലേക്ക് ചോദിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള റോൻ്റെ ഐ ഡി നമുക്ക് എടുക്കാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസേർട്ട് 1 റോ ആൻഡ് റിട്ടേൺ ദ ഐ ഡി. അതായത് നമ്മളൊരു കേഴ്സറിലേക്ക് ഒരു ഐ ഡി, ഒരു റോ മാത്രം ഇൻസേർട്ട് ചെയ്യുക, അതിൻ്റെ ഐ ഡി റിട്ടേൺ ചെയ്തെടുക്കുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതിനുശേഷം ഒരു റോ ഇൻസേർട്ട് ചെയ്യുക, അതായത് ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുക. അതായത് ഇൻസേർട്ട് ടു കസ്റ്റമേഴ്സ് എന്നുള്ളിൽ നമ്മൾ എന്ത് ചെയ്ത് മിച്ചൽ ബ്ലൂ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് മിച്ചൽ എന്ന് പറയുന്ന ഒരാൾ ഡാറ്റയാണ് നമ്മൾ എൻ്റർ ചെയ്തത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്ത് മൈക്രോസ് എക്സിക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വാല്യൂസ് എക്സിക്യൂട്ട് ചെയ്ത് my.db.commit ഓഫ് അതിനെ കമ്മിറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ പ്രിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ, അതായത് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഐ ഡി കിട്ടണം, അത് നമ്മൾ ചെയ്തിട്ടുള്ള റോൻ്റെ ഐ ഡി നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ 1 റെക്കോർഡ് ഇൻസേർട്ടഡ് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഐ ഡി എന്ന് പറഞ്ഞിട്ട് കോളൻ ഇട്ട്, കാരണം നമ്മൾ അതിൻ്റെ ഐ ഡി ആണ് നമുക്ക് വേണ്ടിയത്. mycursor.last റോ ഐ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈക്കേഴ്സിൻ്റെ ലാസ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള റോൻ്റെ ഐ ഡി നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് എന്താണ്, ഇൻസേർട്ടിങ് ഒരു ടാബിളിലേക്ക് അല്ലെങ്കിൽ ഒരു ടാബിളിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇൻസേർട്ടിങ് വാല്യൂസ്, ഇത് പൈത്തൻ്റെ കോഡാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതേപോലെ തന്നെ ഡിലീറ്റ് ആണ്. ഡിലീറ്റിംഗ് റെക്കോർഡ് ഫ്രം എ ടാബിൾ. അപ്പം ഒരു റെക്കോർഡ്, ഒരു ടാബിൽ നിന്ന് ഒരു റെക്കോർഡ്, അതായത് ഒരൊറ്റ സിംഗിൾ റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാനുള്ള എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്, സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. യു ക്യാൻ ഡിലീറ്റ് റെക്കോർഡ് ഫ്രം എൻ എക്സിസ്റ്റിംഗ് ടാബിൾ ബൈ യൂസിങ് ദ ഡിലീറ്റ് ഫ്രം സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്കൊരു എക്സിസ്റ്റിംഗ് ടാബിൽ നിന്ന് എന്താ പറയുക, റെക്കോർഡ്സിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. എന്ത് യൂസ് ചെയ്തിട്ട്, ഡിലീറ്റ് ഫ്രം എന്ന് പറയുന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടാബിൽ നിന്ന് ഒരു റോനെ ഡിലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലീറ്റ് എനി റെക്കോർഡ്സ് വേർ ദ അഡ്രസ് ഈസ് മൗണ്ടൻ 21. അതായത് മൗണ്ടൻ 21 എന്ന് പറയുന്ന അഡ്രസ്സുള്ള ഒരു റെക്കോർഡ് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അതാണ് നമ്മളെ ടാർഗറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഇമ്പോർട്ട് MySQL.connector എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഒരു ഡാറ്റാബേസിൻ്റെ കണക്ഷനൊക്കെ നമ്മൾ റെഡിയാക്കി. അതിന് ശേഷം ആ ഡാറ്റാബേസിൽ ഓൾറെഡി ഉള്ള വാല്യൂസ് നമുക്ക് കിട്ടണം. അതിന് കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി ഉള്ള നമ്മൾ ടേബിൾ എന്ത് ചെയ്ത് നമ്മൾ ഇതിനെ ആക്സസ് ചെയ്ത് എവിടെയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടേബിളാണ്. നമുക്ക് ആ ടേബിളിലാണ് എന്ത് എടുത്തേണ്ടത്, ഇൻസേർഷൻ ഡിലീഷനൊക്കെ നടത്തേണ്ടത്. ഇൻസേർഷൻ കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് ഡിലീഷനാണ് നമുക്ക് നടത്തേണ്ടത്. അപ്പോൾ നമ്മളപ്പോൾ ഒരു റെക്കോർഡ് മാത്രമാണ് ഈ ടാബിളിൽ ഉള്ളതെന്ന് വിചാരിച്ചു. വേണമെങ്കിൽ ഈ ഒരു നെയിമുള്ള, അതായത് മൗണ്ടൻ 21 അഡ്രസ്സുള്ള ഒരാളെ ഡാറ്റ മാത്രമാണ് ഇതിലുള്ളത്, ടാബിളിലുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ടാബിൾ നമ്മൾ എന്ത് ചെയ്ത് ആക്സസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, എക്സ്ക്യൂഎൽ ക്വറി, ഡിലീറ്റ് ക്വറി അടിക്കാൻ പോവുകയാണ്. SQL is equal to delete from customers where address is equal to mountain 21. അതായത് മൗണ്ടൻ 21 എന്നുള്ള പിന്നെ അഡ്രസ്സുള്ള കസ്റ്റമർ ടാബിൽ നിന്ന് മൗണ്ടൻ 21 അഡ്രസ്സുള്ള ആ റോനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അതാണ് ഈ ഡിലീറ്റ് ക്വറിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ആ ടാബിളിൽ ഓൺലി മൗണ്ടൻ 21 മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് എന്ത് വേണ്ടി ആവശ്യമില്ല, ഡിലീറ്റ് ഫ്രം വേർ ക്ലോസിൻ്റെ ആവശ്യമില്ല, ഡിലീറ്റ് ഫ്രം കസ്റ്റമേഴ്സ് മാത്രം മതി. ഡിലീറ്റ് ഫ്രം കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിലുള്ള ഡാറ്റ മൊത്തം പോവും. ആൻഡ്
മൈക്രോഴ്സ് ഡോട്ട് എക്സിക്യൂട്ട് ഓഫ് എക്സിക്യൂൽ അതിനുശേഷം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ അതിൽ ഒരുപാട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ ഇഷ്ടം പോലെ റെക്കോർഡ്സ് ഉണ്ട്, ഒരു 10 റെക്കോർഡ്സ് ഇട്ടാനുണ്ട്. അപ്പോൾ ആ റെക്കോർഡിൽ മൗണ്ടെയിൻ 21 വരുന്ന വാല്യൂ ഈ ഒരു ഇത് ആരതാണ് നോക്കാം. അപ്പോൾ മൗണ്ടെയിൻ 21 എന്ന് പറയുന്നത് ഹന്നൻ്റെ അഡ്രസ്സാണ് മൗണ്ടെയിൻ 21 എന്ന് പറയുന്നത്. അപ്പം ഹന്ന എന്ന് പറയുന്നതുള്ള ഈ ഒരു പേഴ്സൺ, ഈ ഒരു കസ്റ്റമർ ഈ ടാബിൽ നിന്നാവും ഡിലീറ്റ് ആവും. അതാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ MyDB കമ്മിറ്റ് ചെയ്യുക. ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം കമ്മിറ്റ് ചെയ്യണം, അതിന് ശേഷം പ്രിൻറ്റ് ചെയ്യുക. പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ID വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ID എടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക. കമ്മിറ്റ് ചെയ്തതിന് ശേഷം പ്രിൻറ്റ് മൈക്രോഴ്സ് ഡ്രോ കൗണ്ട് ഓഫ് റെക്കോർഡ്സ് ഓഫ് എസ് ഡിലീറ്റ് ചെയ്ത റെക്കോർഡിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനാണ് എന്താ റെക്കോർഡ്സ് ഓഫ് എസ് ഡിലീറ്റഡ് എന്ന് പറയുന്നിട്ടുള്ള ഈ ഒരു റോ കൗണ്ട് ഇരിക്കുന്നത് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഉണ്ട്. നോട്ടീസ് സ്റ്റേറ്റ്മെൻറ്റ് MyDB.commit ഈസ് റിക്വയർഡ് ടു മേക്ക് ദി ചേഞ്ചസ്. അത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ് ചേഞ്ചസ് വരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടീസ് വേർഡ് ക്ലോസ് ഇൻ ദ ഡിലീറ്റ് സിൻടാക്സ്. ദ വേർഡ് ക്ലോസ് സ്പെസിഫൈസ് വിച്ച് റെക്കോർഡ്സ് that should be deleted. വേർഡ് ക്ലോസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഏത് റെക്കോർഡാണോ ഡിലീറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്കിപ്പോൾ ഒരു ടാബിൽ നിന്ന് ഏത് സാധനമാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് സ്പെസിഫൈ ചെയ്യുന്നത് എവിടെയാണ്, വേർഡ് ക്ലോസിലാണ് എന്നാണ് പറയുന്നത്. ഇഫ് യു ഒമിറ്റ് ദ വേർഡ് ക്ലോസ് ഓൾ റെക്കോർഡ് വിൽ ബി ഡിലീറ്റഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഇപ്പോൾ വേർഡ് ക്ലോസ് ഇല്ലാണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിലുള്ള റെക്കോർഡ്സ് മൊത്തം പോകും. വേർഡ് ക്ലോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. വേർഡ് ക്ലോസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ടാബിൾ നമ്മളിപ്പം കറൻ്റ്ലി എത്ര ഡാറ്റ ഉണ്ടോ അത്രയും ഡാറ്റ പോകും. അപ്പം വേർഡ് ക്ലോസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഡാറ്റ മാത്രമേ എന്താവുള്ളൂ, അതിൽ നിന്ന് ഡിലീറ്റ് ആവുള്ളൂ. പ്രിവെൻറ്റ് SQL ഇഞ്ചക്ഷൻ. SQL ഇഞ്ചക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് പറയുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് എ ഗുഡ് പ്രാക്ടീസ് ടു എസ്കേപ്പ് ദ വാല്യൂസ് ഓഫ് എനി ക്വറി ഓൾസോ ഇൻ ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഏത് ക്വറിൻ്റെയും ഒരു വാല്യൂസിനെ എസ്കേപ്പ് ചെയ്യാൻ സഹായിക്കുന്നതിനാണ് നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നതിനാണ് എന്താ പറയുക SQL ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഡിലീഷനിലാണെങ്കിലും ദിസ് ഈസ് ടു പ്രിവെൻറ്റ് SQL ഇഞ്ചക്ഷൻസ്. SQL ഇഞ്ചക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിച്ച് ഈസ് എ കോമൺ വെബ് ഹാക്കിംഗ് ടെക്നിക് ടു റിസ്ട്രോയ് ഓർ മിസ്യൂസ് യുവർ ഡാറ്റാബേസ്. അതായത് നമ്മളെ ഡാറ്റാബേസിനെ ഒരു കോമൺ വെബ്സ് ഹാക്ക് ചെയ്യുന്നതിൽ നിന്നും അതേപോലെ തന്നെ മിസ്യൂസ് ചെയ്യുന്നതിനും ഡിസ്ട്രോയ് ചെയ്യുന്നതിനും പ്രിവെൻറ്റ് ചെയ്യുന്നത്. നമ്മളൊരു ഡാറ്റാബേസിൽ ആരെങ്കിലും പുറത്തുനിന്നുള്ള ഒരാൾ വന്നിട്ട് അതിൽ കൈയെടുത്താൽ അവർക്ക് തോന്നിയ പോലെ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ യൂസ് ചെയ്യുന്നത് ക്വറി യൂസ് ചെയ്യുന്നത്. ഈ ക്വറി എസ്കേപ്പ് ദ MySQL connector module uses the placeholder percentages to escape values in delete statement. ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ വാല്യൂസിനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, പ്ലേസ് ഹോൾഡർ പെർസെൻറ്റേജസ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു എക്സാമ്പിൾ പറയുന്നത് എസ്കേപ്പ് വാല്യൂസ് ബൈ യൂസിങ് ദ പ്ലേസ് ഹോൾഡർ വെച്ചിട്ട് എസ്കേപ്പ് വാല്യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അതിനുശേഷം SQL is equal to delete from customers where address is equal to percentages. പെർസെൻറ്റേജ് S എന്ന് പറഞ്ഞിട്ടുള്ള അഡ്രസ്സ് വരുന്നതെന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഡാറ്റ ഡിലീറ്റ് ചെയ്യേണ്ടത്. അഡ്രസ് ഇസ് ഈക്വൽ ടു യെല്ലോ ഗാർഡൻ ആണ് അഡ്രസ്സ്. കഴ്സർ എക്സിക്യൂട്ട് ഓഫ് SQL അതിനെ എക്സിക്യൂട്ട് ചെയ്യാണ്. അതിനുശേഷം പ്രിൻറ്റ് MyCursor.rowCount റെക്കോർഡ്സ് ഓഫ് എസ് ഡിലീറ്റഡ്. അത് റൺ ചെയ്ത് നോക്കുക. ആ പ്രോഗ്രാം കറക്റ്റ് എന്താ വരുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല.
നെക്സ്റ്റ് വരുന്നത് ഡിലീറ്റ് എ ടേബിളാണ്. ഒരു ടേബിൾ മാത്രം ഡിലീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഒരു ടേബിൾ മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഒരു ടേബിളിൻ്റെ ഉള്ളിലുള്ള റോസ് ഡിലീറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഒരു ടേബിൾ ടോട്ടലായിട്ട് ഡിലീറ്റ് ചെയ്യുന്നത്. യു ക്യാൻ ഡിലീറ്റ് എൻ എക്സിസ്റ്റിംഗ് ടേബിൾ ബൈ യൂസിങ് ഡ്രോപ്പ് ടേബിൾ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഡ്രോപ്പ് മീൻസ് ഡ്രോപ്പാണ് അതിലുള്ള കീവേഡ്. ഡ്രോപ്പ് ടേബിൾ എന്ന് പറയുന്നിട്ടുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എക്സിസ്റ്റിംഗ് ഒരു ഡാറ്റാബേസിൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഒരു ടേബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ക്വറി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് MySQL.connect. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആ കണക്ഷൻ എല്ലാത്തിനും എന്തായണം? കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. നമ്മൾ എന്തിനാണ് പറയുന്നത്? ഒരു ഡാറ്റാബേസിൻ്റെ ഉള്ളിലുള്ള ടാബിൾസിൻ്റെ ഡിലീഷനും ഇൻസേർഷനും മാത്രമാണ് നമ്മൾ പറയുന്നത്. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റാബേസിൻ്റെ ഉള്ളിലുള്ള ടാബിൾസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടേബിളിലാണ് നമ്മൾ ഇൻസേർഷൻ ഡിലീഷനും പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഓൾറെഡി കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സാധനത്തിലേക്കുള്ള നമുക്ക് ആക്സസ് വേണം. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓൾറെഡി ഉള്ളത് ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇൻസേർഷൻ ഡിലീഷനും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കണക്ഷൻ ആദ്യം പിന്നെ ഉള്ളത് SQL ചെയ്തിട്ട് ഡ്രോപ്പ് ടേബിൾ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിനെ ടോട്ടലായിട്ട് എന്ത് ചെയ്യാണ്? ഡ്രോപ്പ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനുശേഷം എക്സിക്യൂട്ട് ചെയ്യുക. ഇത് ഡ്രോപ്പ് ടേബിൾ എപ്പോഴേ വർക്ക് ചെയ്യുള്ളൂ? ആ ടേബിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? ഡ്രോപ്പ് ടേബിൾ വർക്ക് ചെയ്യുള്ളൂ. ഡ്രോപ്പ് ഓൺലി ഇഫ് എക്സിസ്റ്റ് എന്ന് പറയുന്ന ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ ടേബിൾ യു വാണ്ട് ടു ഡിലീറ്റ് ഈസ് ഓൾറെഡി ഡിലീറ്റഡ്. ഇപ്പോൾ നമ്മൾ കസ്റ്റമർ എന്ന് പറയുന്ന ടേബിൾ ഓൾറെഡി നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിലീറ്റ് ചെയ്ത് അപ്പോൾ ഓൾറെഡി ഡിലീറ്റഡ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണെങ്കിൽ ഓർ ഫോർ എനി അതർ റീസൺ ഡസ് നോട്ട് എക്സിസ്റ്റ്. അഥവാ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ആ ടേബിൾ ഉണ്ടാക്കാൻ പോയി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ടേബിൾ എന്തിലില്ല, ആ ഡാറ്റാബേസിൽ ഇല്ല എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇഫ് എക്സിസ്റ്റ്. അതായത് ഇഫ് എക്സിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കീവേഡ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഇല്ല എന്നുള്ളൊരു അവസരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഇഫ് എക്സിസ്റ്റ് എന്ന് പറയുന്നിട്ടുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ഗെറ്റിംഗ് എൻ എറർ. അതായത് എറർ വരാതിരിക്കാൻ. അതായത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിലീറ്റ് ചെയ്തൊരു ടേബിൾ അപ്പോൾ നമ്മളോട് പിന്നെ എന്ത് ചെയ്ത് അറിയാതാണെങ്കിൽ പോലും ഡ്രോപ്പ് ടേബിൾ കസ്റ്റമേഴ്സിന് പിന്നെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ എറർ വരും. എറർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ടേബിൾ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ദ ടേബിൾ കസ്റ്റമേഴ്സ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. നമ്മൾ ഓൾറെഡി നേരത്തെ എന്ത് ചെയ്ത് ടേബിൾ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിൾ എന്ത് ചെയ്ത് ഡിലീറ്റ് ചെയ്ത്. നമ്മളിപ്പോൾ ഒരു ഡാറ്റാബേസ് എടുക്കുകയാണ്. ഡാറ്റാബേസിൽ നമ്മളൊരു ടേബിൾ എടുക്കുകയാണ്. നമ്മൾ സെർച്ച് ചെയ്യുക. നമ്മൾ ടേബിളിലാണ് കാര്യങ്ങൾ നടത്തുന്നത്. നമുക്ക് അറിയില്ല ഈ ടേബിൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല. പിന്നെ ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കയറിയ സമയത്ത് നമ്മൾ ആ ടേബിൾ ഡിലീറ്റ് ചെയ്തോ ഇല്ലേ അത് നമുക്കറിയില്ലെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അത് ഡിലീറ്റ് ചെയ്യുക എന്നുള്ള പർപ്പസ് വരും. ഈ ഒരു ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇഫ് എക്സിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം ആ ടേബിൾ അതിലുണ്ട് നമുക്കറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ മതി? ടോപ്പ് ടേബിൾ കസ്റ്റമേഴ്സ് മാത്രം യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ഡൗട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇഫ് എക്സിസ്റ്റ് യൂസ് ചെയ്യും. കാരണം ഇൻഫാക്ട് ഇൻ ഓർഡർ ടു അവോയ്ഡ് എൻ എറർ, അവോയ്ഡ് ചെയ്യാൻ ഒരു എറർ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഡ്രോപ്പ് ടേബിൾ ഇഫ് എക്സിസ്റ്റ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഡ്രോപ്പ് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ. താങ്ക് യു.